ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നാം ജീവിച്ചിരിക്കുന്ന കാലത്ത് മറ്റുള്ളവരെല്ലാം വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും പ്രചോദിപ്പിക്കുന്നവരാണ്. എന്നാൽ മരണശേഷം നമുക്കതിന് സാധിക്കുമോ? 1 രാജാക്കന്മാരുടെ പുസ്തകം 13-ാം അധ്യായം 21-ാം വാക്യത്തില് ഒരു വ്യക്തിയെ കുറിച്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. മരണശേഷവും മറ്റൊരു വ്യക്തിക്ക് ജീവൻ നൽകിയ എലീശ പ്രവാചകൻ. അതേ എലീശ പ്രവാചകനെ അടക്കം ചെയ്ത ഒരു കല്ലറയിലേക്ക് ഒരു മൃതദേഹം വീഴുമ്പോൾ എലീശയുടെ അസ്ഥി കഷ്ണങ്ങളിൽ തൊട്ട് ഈ മൃതദേഹം ജീവനുള്ള ദേഹിയായി മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. ഇവിടെ എലീശ പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ മരണശേഷവും മറ്റുള്ളവരെ നമുക്ക് മരണത്തിൽ നിന്നും പരാജയത്തിൽ നിന്നും ജീവിതത്തിലേക്ക് കരം പിടിച്ചുയർത്തുവാനായിട്ട് സാധിക്കും. അതെ, നമ്മുടെ മരണം കൊണ്ട് നമ്മുടെ ജീവിതം അവസാനിക്കുകയില്ല. നമ്മുടെ മരണത്തിന് ശേഷവും നമ്മുടെ കഥകള്, നമ്മുടെ ജീവിത അനുഭവങ്ങള് മറ്റുള്ളവർക്ക് ജീവൻ നൽകുന്നത് ആയിരിക്കണം. ആ രീതിയിൽ നാം ജീവിക്കുകയാണെങ്കിൽ എലീശയെ പോലെ മരണശേഷവും മറ്റുള്ളവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനായിട്ട് നമുക്ക് സാധിക്കും. ആമേൻ.